ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ചെസ്റ്റ് വർക്കൗട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 5 ബോഡി വെയ്റ്റ് ചെസ്റ്റ് വർക്കൗട്ടുകളാണ്. അപ്പം അടിപൊളി വർക്കൗട്ടുകളാണ്. നിങ്ങൾക്കിപ്പം നിങ്ങളുടെ കയ്യിൽ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫുള്ള് ചെസ്റ്റിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ ലോവർ, അപ്പർ ചെസ്റ്റ് ആൻഡ് മിഡിൽ ചെസ്റ്റ്, ഓക്കെ, ഈ 3 ചെസ്റ്റ് മസിലിനെയും ആക്ടിവേഷൻ ആക്കാൻ പറ്റിയ അടിപൊളി വർക്കൗട്ടാണ് ഇത്. നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ വർക്കൗട്ടുകളാണ്. സിമ്പിൾ വർക്കൗട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡായിട്ടുള്ള വർക്കൗട്ടുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് ഫോളോ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ചെസ്റ്റ് മസിൽ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്ന വർക്കൗട്ടുകളാണ്. ഒരു എക്യുപ്മെൻസും ഇല്ലാതെ നിങ്ങളുടെ ചെസ്റ്റ് മസിലിനെ നിങ്ങൾക്ക് നല്ല ഷേപ്പൊക്കെ ആക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ വെയിറ്റ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈ പ്രോഗ്രസീവ് ഓവർലോഡൊക്കെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചെസ്റ്റിൽ നല്ലൊരു മാസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ നമ്മളിപ്പം ബോഡി വെയ്റ്റാണ് ചെയ്യുന്നത്. പക്ഷേ ബോഡി വെയ്റ്റ് ചെയ്താലും നമ്മുടെ ഈ ചെസ്റ്റിന് മിക്കവാറുമുള്ള പ്രശ്നമാണ്. മിക്കവാറും ആൾക്കാരുടെയൊക്കെ ഒരു ചെസ്റ്റ് എന്ന് പറയുന്നത് യാതൊരു ഷേപ്പും കാണത്തില്ല. ഇങ്ങനെ ഒരുമാതിരി എല്ലൊക്കെ ആയിരിക്കും ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ കാണുന്നത്. ഓക്കെ, അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് നല്ല ഒരു അത്യാവശ്യം മസ്കുലറായിട്ടുള്ള ഒരു ചെസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വർക്കൗട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതിനൊക്കെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ചെയ്യണം. അപ്പം നമുക്ക് നേരെ നമ്മുടെ ചെസ്റ്റ് വർക്കൗട്ടിലോട്ട്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വർക്കൗട്ട് ആരംഭിക്കാം. ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു പുഷപ്സ് ആണ്. ഹിന്ദു പുഷപ്സ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വർക്കൗട്ട് തന്നെയാണ് ഹിന്ദു പുഷപ്സ് എന്ന് പറയുന്നത്. ഹിന്ദു പുഷപ്സ് നമ്മുടെ ചെസ്റ്റ് മസിലിന് വളരെ നല്ലൊരു വർക്കൗട്ടാണ്. അപ്പം ഹിന്ദു പുഷപ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർ മെത്തേഡിൽ ചെയ്യുക. ഇത് നമ്മുടെ ചെസ്റ്റ് മസിൽ ഡെവലപ്പ് ചെയ്യിപ്പിക്കാനായിട്ട് വളരെ നല്ലൊരു വർക്കൗട്ടാണ്. ഓക്കെ, നമ്മുടെ ചെസ്റ്റിൻ്റെ ഫുൾ മസിൽസിനെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ചെയ്യിപ്പിക്കാനായിട്ട് സൂപ്പർ ഒരു വർക്കൗട്ടാണ് ഈ ഹിന്ദു പുഷപ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ വർക്കൗട്ട് നിങ്ങൾ 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. അതിനുശേഷം മേളിലോട്ട് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ചെസ്റ്റ് മസിലിന് മാത്രമല്ല, നിങ്ങളുടെ ട്രൈസെപ്സിനും നിങ്ങളുടെ ഷോൾഡർ മസിലിനും വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അതിലുപരിയായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റിയൊക്കെ തരാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ്. അപ്പം ഇത് നിങ്ങൾ 15 റെപ്സിൻ്റെ 3 സെറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തായിട്ടുള്ള വർക്കൗട്ടിലോട്ട് പോവാം. അപ്പം ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ റൂമിനകത്ത് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. ബോഡി വെയ്റ്റ് വർക്കൗട്ടുകളാണ്, പക്ഷേ നല്ല എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുകളും കൂടിയാണ്. നിങ്ങളുടെ ചെസ്റ്റ് മസിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റിയ അടിപൊളി വർക്കൗട്ടുകളാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് മുഴുവനും. ഓക്കെ, ഇത് രണ്ടാമത്തെ വർക്കൗട്ട്. ഇത് ട്രൈസെപ്പ് ഡിപ്സ് എന്നറിയപ്പെടുന്ന ഒരു വർക്കൗട്ടാണ്. പക്ഷേ ഇത് നമ്മുടെ ചെസ്റ്റ് മസിലിനും വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. നമ്മുടെ ചെസ്റ്റിലെ ഫുൾ മസിൽസിനെയും ആക്ടിവേഷനാക്കാൻ ഒരു സൂപ്പർ വർക്കൗട്ടാണിത്. ഓക്കെ, വളരെ സാവധാനത്തിൽ വേണം നിങ്ങളുടെ മൂവ്മെൻറ്റ്സുകൾ മുഴുവനും. വളരെ സാവധാനത്തിൽ താപ്പോട്ട് പോവുക. അതിനുശേഷം മുകളിലോട്ട് താഴുക, മുകളിലോട്ട്, ഡൗൺ, അപ്പ്, സ്ലോലി ഡൗൺ ആൻഡ് അപ്പ്, സ്ലോലി ഡൗൺ, അപ്പ്. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ ചെസ്റ്റ് മസിലിന് വളരെ നല്ലൊരു വർക്കൗട്ടാണ്. ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ചെസ്റ്റ് മസിൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല ഒരു ഷേപ്പിലോട്ട് കൊണ്ടുവരാനൊക്കെ നിങ്ങളെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങൾക്ക് ജിമ്മിൽ പോയി അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ മാത്രമേ നമ്മുടെ ചെസ്റ്റ് മസിൽ ആക്ടിവേഷൻ ആകത്തുള്ളൂ, അല്ലെങ്കിൽ ചെസ്റ്റ് മസിൽ ഷേപ്പ് ആവും എന്നുള്ള ധാരണയൊന്നും വേണ്ട. വീട്ടിൽ ബോഡി വെയ്റ്റ് വർക്കൗട്ടുകൾ ചെയ്താലും നമുക്ക് നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ചെസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ചെസ്റ്റിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പം നിങ്ങൾ ഈ ഒരു പൊസിഷനിലോട്ട് വരിക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ വളരെ സാവധാനത്തിൽ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് താഴുക. ബ്രീത്ത് ഔട്ട്, വളരെ സാവധാനത്തിൽ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. കണ്ടില്ലേ, മൂവ്മെൻറ്റ്സുകളെല്ലാം വളരെ സ്ലോയിലായിരിക്കണം. നമ്മൾ ആ ചെസ്റ്റ് മസിലിലോട്ട് നമ്മുടെ ഫുൾ ഫോക്കസ്, ഫുൾ കോൺസെൻട്രേഷൻ നമ്മുടെ ചെസ്റ്റ് മസിലിലോട്ടായിരിക്കണം. ഓക്കെ, നമ്മുടെ ചെസ്റ്റ് മസിൽ, നമ്മുടെ ലോവർ ചെസ്റ്റ് ആക്ടിവേഷനാക്കാൻ ഏറ്റവും നല്ല വർക്കൗട്ടുകളിലൊന്നാണിത്. അപ്പം ഈ വർക്കൗട്ടും നിങ്ങൾ 15 റെപ്സിൻ്റെ 3 സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ വീഡിയോകളെല്ലാം കാണിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ബോഡി വെയ്റ്റ് വർക്കൗട്ടുകളും അങ്ങനെ ചെറിയ ചെറിയ വെയ്റ്റ് ട്രെയിനിങ്ങുകളുമാണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ എല്ലാ വർക്കൗട്ടുകളും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ വളരെ സാവധാനത്തിൽ ചെയ്താൽ മതിയാവും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നീ പുഷപ്സ് ആണ്, നീ പിരമിഡ് പുഷപ്സ് ആണ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ കാലിൻ്റെ മുട്ട് ഒരു തലയണയിൽ ഇങ്ങനെ നിങ്ങൾ കുത്തി വെക്കുക. നിങ്ങൾ വെറും തറയിൽ കുത്തണ്ട, കാരണം കാലിൻ്റെ മുട്ട് വേദനിക്കും. ഒരു പിരമിഡിൻ്റെ അതിൽ കയ്യെ കൊണ്ടുവന്നതിന് ശേഷം ദാണ്ട് ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, താഴോട്ട് വരുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യേണ്ട താഴുക, മേളിലോട്ട് പോകുമ്പോൾ മാക്സിമം അപ്പ് സ്കീസ്, ബ്രീത്ത് ഇൻ ആൻഡ് അപ്പ് സ്കീസ്. ചെസ്റ്റ് മസിൽ നല്ല രീതിയിൽ സ്കീസ് ചെയ്യണം. ഓക്കെ, ഇത് നിങ്ങളുടെ ഇന്നർ ചെസ്റ്റിന് വളരെ നല്ല വർക്കൗട്ടാണ്. അതിലുപരിയായിട്ട് നിങ്ങളുടെ ട്രൈസെപ്സ് മസിലിനും വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് നിങ്ങൾ 15 റെപ്സിൻ്റെ 3 സെറ്റ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ വർക്കൗട്ടുകൾ ചെയ്യുമ്പം നിങ്ങളുടെ മസിലിനെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം വർക്കൗട്ടുകൾ ചെയ്യാൻ. അല്ലാതെ ചടപട എന്ന് പറഞ്ഞ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മസിലിന് യാതൊരു പ്രയോജനവും ലഭിക്കുന്നതായിരിക്കത്തില്ല. വളരെ സാവധാനത്തിൽ എത്രത്തോളം നമ്മുടെ മസിൽസിന് ടെൻഷൻ കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് പ്രയോജനം ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഈ വർക്കൗട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 2 ഡയറിയാണ്, 2 ബുക്കാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കട്ടിയുള്ള 2 തുണിക്കഷ്ണങ്ങൾ മടക്കി ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതായിരിക്കും. സ്ട്രെച്ച് ആൻഡ് സ്ക്വീസ് യുവർ ചെസ്റ്റ്, സ്ട്രെച്ച് ആൻഡ് സ്ക്വീസ് യുവർ ചെസ്റ്റ്. ഇങ്ങനെ പുഷപ്പിൻ്റെ പൊസിഷനിൽ നിങ്ങൾ ആദ്യം വരിക. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതും നിങ്ങളുടെ ചെസ്റ്റ് മസിലിനെ, നിങ്ങളുടെ ഫുൾ ചെസ്റ്റ് മസിലും ആക്ടിവേഷനാക്കാൻ വളരെ നല്ലൊരു വർക്കൗട്ടാണ്. വളരെ സാവധാനത്തിൽ ശ്രദ്ധയോടുകൂടി ചെയ്യുക. അപ്പം ഇതും നിങ്ങൾ മാക്സിമം 15 റെപ്സ് വെച്ചിട്ട് ഒരു 3 സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ചെയ്യുന്ന വഴി നിങ്ങളുടെ ഷോൾഡർ മസിലിനും ഒക്കെ നല്ല എഫക്റ്റാണ് ഉണ്ടാകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഈ കാണിച്ചു തന്ന വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ബെനിഫിറ്റ്, കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട്, നമ്മൾ ചെസ്റ്റ് മസിലിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ വർക്കൗട്ട് ചെയ്യുമ്പം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. നിങ്ങൾ ആ വർക്കൗട്ട് ചെയ്യേണ്ട രീതികളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.